ഹലോ ഡിയേഴ്സ്, അങ്ങനെ നമ്മുടെ +2 സൈഡ് റിസൾട്ട് വന്നപ്പോൾ നിങ്ങളിപ്പം അതിനകത്ത് ഫെയിൽ ആയി എന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾക്ക് മുന്നിലുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, നിങ്ങൾക്ക് ഇതിനകത്ത് ഇപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തില്ല, റീവാല്യൂഷൻ അതിനകത്ത് ഓപ്ഷൻ ഇല്ല. കാരണം അത് ഡബിൾ വാല്യൂഷൻ കഴിഞ്ഞ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങളെങ്കിൽ ഫോട്ടോ കോപ്പി എന്നുള്ള ഓപ്ഷനാണുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അല്ലാത്ത സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീവാല്യൂഷൻ കൊടുക്കാം. അപ്പോൾ റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കൂടാറുണ്ടോ എന്ന് അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാം. അതുപോലെ തന്നെ പിന്നീട് സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് എവിടെയെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ, അതുപോലെ മാർക്ക് അവസാനം 8 മാർക്കുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് അവസാനം ടോട്ടൽ ചെയ്യുമല്ലോ മാർക്ക്. ആ ടോട്ടൽ ചെയ്യുന്നിടത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി, നമ്മളിപ്പം പരീക്ഷ പേപ്പറുകളൊക്കെ ഇങ്ങനെ മാർക്ക് ഓരോന്നും ഇട്ടിട്ട് അവസാനം അത് ടോട്ടൽ ചെയ്യുമല്ലോ. ആ ടോട്ടൽ ചെയ്യുന്നിടത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോക്കുന്നതാണ് സ്ക്രൂട്ടിനി. അപ്പൊ അതിന് അധികം പൈസയും ഇല്ല, 100 രൂപയും കണ്ടാണ് പൊതുവെ അതിനകത്ത് വരാറുള്ളത്. അപ്പൊ ഈ പ്രാവശ്യം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ അതുപോലെ റീവാലുവേഷൻ ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇല്ലെന്ന് പറഞ്ഞു, മറ്റ് സബ്ജക്റ്റുകൾക്ക് റീവാലുവേഷൻ ഉണ്ട്. അപ്പൊ അതാണെങ്കിൽ 300 രൂപയാണ്, 500 രൂപയാണ് റീവാലുവേഷൻ വരാറുള്ളത്. പിന്നെ ഫോട്ടോ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതാണ് അതിനകത്ത് പലർക്കും അതിനകത്ത് ഈ ഫോട്ടോ കോപ്പി കൊണ്ട് എന്താ കാര്യം, എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം കഴിഞ്ഞ വർഷത്തെ അനുഭവം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ അപ്പൊ അതിലോട്ട് നമുക്ക് വരാം. അതുപോലെ മറ്റൊരു കാര്യം, ഇനിയിപ്പോ എപ്പോ എഴുതാൻ പറ്റും? നിങ്ങൾക്ക് +1 ഇംപ്രൂവ്മെന്റിന്റെ സംഭവം വരുന്നില്ലേ? ആ സമയത്ത് നിങ്ങൾക്ക് +1 ഡബിൾ പാസ് അടിച്ചാൽ നിങ്ങൾ പാസ്സായില്ലേന്നേ. അങ്ങനെ ഡബിൾ പാസ് അടിച്ച കേസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നേ. നമ്മുടെ ബാച്ചിൽ തന്നെ നോക്കൂ നിങ്ങൾ, ഇവർ 2 തവണ ഫെയിലായ സ്റ്റുഡന്റ് ആണ്. അപ്പൊ നിങ്ങളിപ്പം ഫെയിലായി എന്ന് വിചാരിക്കുക. നിങ്ങളെ പോലെ തന്നെ അതിനകത്ത് ആദ്യം എഴുതിയപ്പോൾ ഫെയിലായി, പിന്നെ എഴുതിയപ്പോൾ വീണ്ടും ഫെയിലായി. അങ്ങനെ അവർ നിരാശപ്പെട്ടൊന്നും ഇരുന്നില്ല. ഇന്നിപ്പോ അവർ B.Pharm കോഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുക. B.Pharm എന്ന് പറഞ്ഞാൽ കിഡിലൻ കോഴ്സാണ്, ഒരുപാട് അവസരങ്ങളുള്ള കോഴ്സാണ്. ഫാർമസി, ബാച്ചിലർ ഓഫ് ഫാർമസി അല്ല, D.Pharm ഒന്നും അല്ല, ബാച്ചിലർ ഓഫ് ഫാർമസിയാണ്. അപ്പൊ അതിന്റെ മുകളിലാണ്. ഇനിയിപ്പോ M.Pharm ഒക്കെ എടുത്ത് അമേരിക്കൻ കമ്പനികളിൽ വരെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് M.Pharm എടുത്തവർ. അപ്പൊ നല്ല അവസരങ്ങളുള്ള കോഴ്സായി. ഇന്നിപ്പം +2 2 തവണ ഫെയിൽ ആയിട്ടും അവര് എടുത്ത് പഠിച്ചത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആ ഒരു മനക്കരുത്താണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം നിങ്ങൾക്ക് ഇനി +1 ഇംപ്രൂവ്മെന്റ് എക്സാം 2 മാസത്തിനകത്ത് വരികയല്ലേ. അപ്പൊ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നോക്കൂ, ഇവർ എന്നിട്ട് നമ്മുടെ ബാച്ചിൽ ആദ്യം ഇവർ എന്ത് ചെയ്തു, +2 ഫെയിലായി, പിന്നെ എഴുതിയപ്പോൾ വീണ്ടും ഫെയിലായി. ഇവർ തനിയെ പഠിച്ച് എഴുതാനാണ് നോക്കിയത്. പിന്നീട് 3ാമത് യൂട്യൂബിൽ ഇതുപോലെ ഈ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞ വർഷം അങ്ങനെ ജോയിൻ ആയിട്ട് കണ്ടോ, അവർ +1 എഴുതിയപ്പോൾ തന്നെ ഡബിൾ പാസ്സാ. പിന്നെ +2 അവര് അതിനകത്ത് മാർക്ക് വേണം എന്നുള്ള രീതിയിൽ പഠിച്ച് എഴുതി. അപ്പൊ അതും 46 കണ്ടോ, A+ അടുത്ത് വന്നു. അപ്പൊ ഇതാ പറഞ്ഞത്, ഇന്നിപ്പോ അവര് B.Pharm ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കേസ് മാത്രമല്ല, വീണ്ടും അതിനകത്ത് ഈ ഒരു കേസും ഇവർ 2 തവണ ഫെയിലായി. ആദ്യം അതിനകത്ത് എന്ത് ചെയ്തു, ഇവര് +2 ഫെയിലായി. പിന്നെ ഇവര് യൂട്യൂബിൽ എങ്ങാണ്ട് ഏതോ റെക്കോർഡ് ബാച്ച് ക്ലാസ് ഒക്കെ കൊടുക്കുന്ന ഏതോ ബാച്ചിലൊക്കെ ജോയിൻ ആയി എന്നാ പറഞ്ഞത്. പക്ഷെ അത് എഫക്റ്റീവ് ആയില്ല. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ആകുമ്പോൾ അതിനകത്ത് കൃത്യമായ ക്ലാസ് ആണോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് നോക്കിയിട്ട് ജോയിൻ ആകുക. നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ്, നിങ്ങളുടെ ലെവലിൽ നിന്ന് എടുക്കുന്ന ക്ലാസ്സുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബാച്ച് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, 77 36 70 70 45. അപ്പൊ നമ്മുടെ ഡെമോ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ക്ലാസ് കൊള്ളാം, അടിപൊളിയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി. മാത്രമല്ല ആർക്കും അഫോർഡബിൾ ആവുന്ന റേറ്റ് കാര്യങ്ങളൊക്കെയാണ്. മാത്രമല്ല റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ. അപ്പൊ ഇവരുടെ റിസൾട്ട് നോക്കൂ നിങ്ങൾ. നമ്മൾ ഇതിനകത്ത് ഒരു റിസൾട്ട് അല്ല, ഒത്തിരി റിസൾട്ടുകളാണ്. കണ്ടു, 9 മാർക്കായി ഇവർ ഫെയിലായി വന്നപ്പോൾ 15 മാർക്കാണ് ഇവർ കെമിസ്ട്രിയും ബയോളജിയും ഫെയിലായി വന്നത്. എന്നിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയിട്ട് ഇവരും 2 തവണ ഫെയിലായ സ്റ്റുഡന്റ് ആണ്. നോക്കൂ നിങ്ങൾ ഇവരുടെ മാർക്ക്. ഇതിനകത്ത് 36 അറൗണ്ട് ഇവര് റിസൾട്ട് വന്നപ്പോൾ നമ്മൾ വിളിച്ച് പറഞ്ഞതായ വലിയ മാറ്റം വന്നു സാറേന്ന്. 36ഉം 39ഉം ഡബിൾ പാസും അല്ല, അതിനപ്പുറം ഒക്കെ മാർക്കാണ് നേടിയത്. കണ്ടില്ലേ, 40 അറൗണ്ടൊക്കെ മാർക്ക്. അതുപോലെ ഈ ഒരു കേസും ഇവര് ഇതിനകത്ത് ആദ്യം ഫെയിലായി, വീണ്ടും അതിനകത്ത് ഇവരും റെക്കോർഡഡ് സെഷൻസ് ഉള്ള യൂട്യൂബിൽ ഏതോ ബാച്ച് ഒക്കെ ജോയിൻ ആയി. പക്ഷേ അവർക്ക് എഫക്റ്റീവ് ആയില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എവിടെ ജോയിൻ ആകുമ്പോഴും അവിടുത്തെ ഡെമോ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് എഫക്റ്റീവ് ആവുന്ന ക്ലാസ്സുകളിൽ ജോയിൻ ആവുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ വർഷവും നിങ്ങളുടെ സമയവും ഒക്കെ നഷ്ടപ്പെടും. ഇത് കണ്ടോ, 6 മാർക്കുമായിട്ട് ഫെയിലായിട്ട് അവർ വന്നത്. എന്നിട്ട് കണ്ടോ നമ്മുടെ ബാച്ചിൽ യൂട്യൂബിൽ വീഡിയോ കണ്ട് ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കണ്ടോ 35 മാർക്കാണ്. മനസ്സിലായില്ലേ, അറൗണ്ട് ഡബിൾ പാസിനടുത്ത് മാർക്ക് ഇവർക്ക് അതിനകത്ത് കിട്ടി. അപ്പൊ അതേ പറഞ്ഞത്, നിങ്ങൾ +1 ഇംപ്രൂവ്മെന്റിലെ ഇനി ഇത് മാത്രമല്ല, ഇനിയും ഒരുപാട് കേസുകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഞാനിപ്പം അതിനകത്ത് ഇതൊക്കെ +1 ഫോക്കസ് ചെയ്ത്, നേരത്തെ ഞാൻ പറഞ്ഞ കേസ് +2 ഫോക്കസ് ചെയ്ത് അവർ എഴുതിയതാണ്. ഇത് +1 ഫോക്കസ് ചെയ്തിട്ട് 2 തവണ ഫെയിലായ കേസ് തന്നെയാണ് ഇത്, നിങ്ങളെ പോലെ തന്നെ. എന്നിട്ട് അവർ +1 ഫോക്കസ് ചെയ്തിട്ട് കണ്ടോ, +1 തന്നെ അതിനകത്ത് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നപ്പോൾ അവർക്ക് ഡബിൾ പാസ് ആയിരുന്നു. കണ്ടില്ലേ ഈ മാർക്ക്. അതുപോലെ ഇനിയും കേസുകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കേസുകൾ. പിന്നെ അതിനകത്തെ ഇതും ആ കേസ് 31 കേസ് ഡബിൾ പാസിന്റെ റേഞ്ചിലോട്ട് വന്ന കേസുകൾ. പിന്നെ ഇതും അറൗണ്ട് ഡബിൾ പാസിന് അടുത്ത് വന്ന കേസുകളൊക്കെ ഇനിയും. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ +2 അത്യാവശ്യം മാർക്ക് ഉണ്ടാവില്ല. +1 ഇതായി ഇപ്പം 29, +2 ഒരു 7 മാർക്ക് ഉണ്ടെങ്കിൽ പോലും ഇവർ പാസ്സായി, 36 ആയില്ലേ. അങ്ങനെ
അപ്പം പ്രാക്ടിക്കലുള്ള സബ്ജക്റ്റുകൾ അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. 5-24 ഇതൊക്കെ ഇപ്പം സാഡ് റിസൾട്ടുകളാണ്. 6-27 അങ്ങനെ അട്ടപ്പടലം ഫെയിൽ ആയവർ പോലും നമ്മുടെ ബാച്ചിൽ. കാരണം നമ്മൾ ഇടുന്ന എഫേർട്ട് കൊണ്ടാണ്. നമ്മൾ ആ രീതിക്ക് കോഡുകളും ട്രിക്കുകളും ഒക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ്സുകൾ. അപ്പോൾ ബാച്ചിൽ ജോയിൻ ആകാൻ 77-36 അപ്പം റിസൾട്ടുകൾ കാണിക്കാൻ തന്നെ ഒത്തിരി റിസൾട്ടുകളുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. തൽക്കാലം നമുക്ക് ഇതിനെ ഫോട്ടോകോപ്പിയുമായി ബന്ധപ്പെട്ട് റീവാലുവേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് കടക്കാം. അപ്പോൾ എവിടെ അത് ഞാൻ അതിലേക്ക് പോകാം. ഇനിയിപ്പോൾ റിസൾട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ബാച്ചിൽ ജോയിൻ ആകണമെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ ഫോട്ടോകോപ്പി എടുത്താൽ ഒരു പ്രശ്നം എന്താണെന്നറിയാം. ഫോട്ടോകോപ്പി എടുത്താലേ കഴിഞ്ഞ വർഷമൊക്കെ സംഭവിച്ച കാര്യം, അതിന് പിറകെ ഒരുപാട് സമയം ഫോട്ടോകോപ്പി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്കൂൾ ത്രൂ റിവാലുവേഷൻ ആണെങ്കിലും സ്ക്രൂട്ടിനി ആണെങ്കിലും ഒക്കെ നിങ്ങൾ സ്കൂൾ ത്രൂ അപ്ലൈ ചെയ്യണം. ഫോട്ടോകോപ്പി ആണെങ്കിൽ അപ്പോൾ അതിന് ഡേറ്റ് കാര്യങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഞാൻ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കിയോളൂ. ഫോട്ടോകോപ്പിക്ക് ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഈ ഫോട്ടോകോപ്പി എടുത്താൽ ഒരുപാട് സമയം, കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് സമയമായി. ആരോ ഒരു സ്റ്റുഡൻറ്റ് അതിനകത്ത് എന്നെ വിളിച്ച് പറഞ്ഞു ഫോട്ടോകോപ്പി കൊണ്ട് വലിയ കാര്യം ഉണ്ടായി എന്ന്. പക്ഷെ പലരും പറഞ്ഞത് ഫോട്ടോകോപ്പി എടുത്തിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും എഫക്റ്റ് ഉണ്ടായില്ല എന്നാണ് പലരും എന്നോട് പറഞ്ഞത്. എന്തായാലും നിങ്ങൾ അത്രയും കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോകോപ്പി എടുത്ത് നോക്കാം. പക്ഷേ അതിന് പിറകെ പോകുമ്പോഴേക്കേ ഈ 2 മാസം കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് ആ സമയം കൊണ്ട് പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്സായി പോകാം. ചിലപ്പം ഫോട്ടോകോപ്പിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തൊക്കെ എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, സാധ്യത വളരെ കുറവാണ്. ഒരു കേസ് കണ്ട് തന്നെ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. പക്ഷെ അതിന് പിറകെ അവർ അത്രയും എഫേർട്ട് എടുത്ത് നടന്നുകൊണ്ടൊക്കെയാണ്. അത് മാത്രമല്ല ഒരുപാട് സമയവും അതിനകത്ത് അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയം കൊണ്ട് തന്നെ ഇമ്പ്രൂവ്മെന്റ് എക്സാം ഒക്കെ ചിലപ്പം കഴിഞ്ഞു പോകും. അപ്പൊ അത് പഠിച്ചിട്ടില്ലെങ്കിൽ പണി പാളും. അപ്പൊ അതാണ് എനിക്ക് ഫോട്ടോകോപ്പിയുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. നിങ്ങൾ അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ എടുത്ത് നോക്കുക. മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സിനെ കൊണ്ട് അതൊന്ന് നോക്കിപ്പിച്ച് അതിനകത്ത് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് വഴിയൊക്കെ പോയി നോക്കാം. പിന്നെ റിവാലുവേഷന്റെ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് അതിനകത്ത് പറയുവാനുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഒരുപാട് മുന്നത്തെ കേസുകളൊക്കെ കണ്ടില്ലേ, നിങ്ങളെ പോലെ ഫെയിലായ എത്ര പേരാ പഠിച്ചിരുന്നു. ഇപ്പൊ നല്ല കോഴ്സുകൾ, ഇന്നിപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നു, ബാച്ചലർ ഓഫ് ന്യൂട്രീഷൻ ഡയറ്ററ്റിക്സ് പഠിക്കുന്നു, ബാച്ചലർ ഓഫ് ഫാർമസി പഠിക്കുന്നു. എന്തിനാണ് നിങ്ങൾ നിരാശപ്പെടുന്നത്? അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. 77-36 70 70 45 കേട്ടോ. ഒപ്പം നമ്മുടെ ഇംപ്രൂവ്മെന്റ് കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ വെക്കാം. ജോയിൻ ആകാൻ മറക്കേണ്ട. അതൊക്കെ ഫ്രീ ആണ് അതിനകത്ത്. അപ്പം ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.